താഴെ ഒരാൾ ക്യാമ്പ് ചെയ്യണ്ടല്ലോ. വയനാട്ടിലെ പണിക്കാരൻ. ഓ വാവ്, അടിപൊളി. ഞാൻ മാഹില. വേറെ നിവൃത്തിയില്ലല്ലോ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു മല കയറി ഇങ്ങനെ വന്നതാണ്. പിന്നെ നമുക്ക് മല കയറാന്ന് പറഞ്ഞാൽ ബോഡി ഒന്ന് വേർക്കണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാട്ടോ. ഒന്നാമത് കൊളസ്ട്രോളൊക്കെ ഉള്ളതല്ലേ, ബോഡി ഓൾറെഡി വേർക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് കൊളസ്ട്രോൾ അറിയില്ല കേട്ടോ. പിന്നെ അപ്പോൾ എന്തായാലും നല്ല ടയർഡായി, നല്ല കുത്തനുള്ള മലയാണ്. പിന്നെ അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഇനി ക്യാമ്പ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു നിരന്ന സ്ഥലമില്ല. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി താഴോട്ട് ഈ സൈഡിലോട്ട് മാറിയാൽ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇരുട്ടായി തുടങ്ങി, ചെറുതായിട്ട് മഴയും ചാറുന്നുണ്ട്. ആരോടും പറയാതെ ഒരു റിലാക്സിന് വേണ്ടി വന്നാട്ടൊന്ന്. സതീശനോടും ആരോടും പറഞ്ഞിട്ടില്ല. വീട്ടിൽ പറഞ്ഞപ്പോൾ കുറേ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു. എന്നാലും വിട്ടു. നമ്മുടെ പണി ഇതായതുകൊണ്ട് പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും. എന്തായാലും കുറച്ച് താഴ്ട്ട് പോട്ടെ കേട്ടോ, ഇരുട്ടായി തുടങ്ങി. നമുക്ക് വിറകും ശേഖരിക്കണം. പക്ഷേ ഈ ലഗേജ് ഭയങ്കര പാടാ മല കയറാൻ. കുഴപ്പമില്ല, നമ്മൾ സെറ്റ്. കുറച്ച് താഴ്ട്ട് ഇറങ്ങി നോക്കട്ടെ കേട്ടോ. താഴെ ഒരാൾ ക്യാമ്പ് ചെയ്യണ്ടല്ലോ. ഇതുണ്ട്, അവിടെ ഒരാൾ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഉണ്ടോ, തീയൊക്കെ കത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയാൽ ഇതെങ്ങനെ ഇവിടെ വന്ന് ക്യാമ്പിങ്ങിന് കൂടി എന്നുള്ളതാണ്. അതാ ഒരാൾ രണ്ടാളുണ്ടെന്ന് തോന്നുന്നുണ്ടേ. ഇറങ്ങിപ്പോകാൻ പാടില്ല.
അല്ല ഒരാളേ ഉള്ളൂ. ഇവിടെ 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 എന്താ പരിപാടി? ക്യാമ്പിംഗ് ആണോ? ആ ശരി. ആ ഹാ ഹാ. ഞാനിങ്ങനെ ക്യാമ്പ് ചെയ്യാന്ന് വിചാരിച്ച് വന്നതാ. ആ ഞാൻ വരാം, ഞാൻ അങ്ങോട്ട് വരാം. പേടിച്ചു പോയല്ലോ. വയനാട്ടിലുള്ള പണിക്കാരൻ. ഓ വാവ്, അടിപൊളി. ഞാൻ മാഹില. ഞാന് പിന്നെ നിങ്ങളെ വീഡിയോ കണ്ടിട്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഞാൻ ഈ സ്പോട്ടില് പിന്നെ നിങ്ങള് 2-3 പ്രാവശ്യം ഈ സ്പോട്ടിൽ വന്നതായിട്ട് കണ്ട്. അപ്പൊ പിന്നെ ഇവിടെ ഉള്ള ഒരു ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു. ഇവരോട് പറഞ്ഞപ്പോ പറഞ്ഞു ഇവിടെ നല്ല സ്പോട്ടാന്ന് പറഞ്ഞു. ഇവിടെ ഓൾറെഡി ഇത് കുക്കിങ്ങിനുള്ള പരിപാടി ഒന്നുമില്ല. ഞാൻ ജസ്റ്റ് ബ്ലാക്ക് കോഫി കുടിച്ചിട്ട്. നിങ്ങൾക്ക് കോഫി വേണോ? നമുക്ക് വെക്കാം. അപ്പൊ ഞാനും ഇവിടെ നിങ്ങൾ ഇവിടെ തന്നെ കുടിക്കാം. ഞാൻ ഓൾറെഡി ഇവിടെ സോളോ എങ്ങനെ ഇവിടെ സർവൈവ് ചെയ്യും എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചു. ഞാനിപ്പം നമ്മളെ പ്രേക്ഷകരോട് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു. ക്യാമറ ഓൺ? അല്ല, ക്യാമറ ഓഫ് ചെയ്തു. ഞാൻ ജസ്റ്റ് ഇതൊന്ന് സോർട്ട് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് നിങ്ങൾ അവിടുന്ന് പെട്ടെന്ന് ഒച്ച ഉണ്ടാക്കിയപ്പോ ഞാൻ കണ്ടത്. ഞാൻ പെട്ടെന്ന് എന്തോ വൈൽഡ് അനിമൽ അങ്ങനെ എന്തെങ്കിലും നോക്കിയത്. എനിക്ക് ക്യാമ്പ് ഫയർ ഒന്നും ചെയ്യാൻ ഒന്നും കിട്ടിയില്ല കേട്ടോ. ഞാൻ അങ്ങോട്ടൊക്കെ പോയി തപ്പി. എന്തായാലും ഞാനേ ഒറ്റയ്ക്ക് ക്യാമ്പ് ചെയ്യണം എന്നുള്ളൊരു പരിപാടിയായിരുന്നു. അപ്പൊ എന്തായാലും മാഹിലുള്ള നമ്മളൊരു സുഹൃത്തിനെ കിട്ടി. നിങ്ങൾ 2 ദിവസം ഉണ്ടോ ഇവിടെ? ഞാൻ ഉണ്ട്. ഞങ്ങൾക്ക് എന്നാ പിന്നെ അടിച്ചു പൊളിക്കാം ഇവിടെ തന്നെ. നിങ്ങളുണ്ടാവില്ലേ? ഓ പിന്നെന്താ, തീർച്ചയായും. അപ്പൊ ഞാൻ ഇവിടെ തന്നെ സെറ്റ് ആക്കാം അല്ലേ? ഞാനേ നിങ്ങളെ മാതിരിയുള്ള സെറ്റപ്പ് ഒന്നും ഇല്ല കേട്ടാ. അല്ല, ചെറിയതാ ഒരു ചിമ്മിണി വിളക്ക് ഇത് മതിയല്ലോ. പിന്നെ ക്യാമ്പ് ഫയറിന് ഒരു പരിപാടി ഇല്ല. ലൈറ്റർ പോലും എടുത്തിട്ടില്ല. ഞാനിപ്പോ ഈ സ്റ്റോവിനെ കൊണ്ടാകാത്ത. മതി സെറ്റ് ആണല്ലോ. നല്ല ടെന്റ് ആണല്ലോ അല്ലേ? നല്ല സ്പേസസ് ടെന്റ്. നമ്മൾ കാപ്പിയൊക്കെ ഉണ്ടാക്കിയില്ലേ? നിങ്ങൾ ആദ്യം ഇവിടെ തന്നെയാ ടെന്റ് ഞാൻ ഇവിടെ ഒരു ഗുഹല്ലേ, ആ ഗുഹയ്ക്കകത്ത് ഞാൻ ക്യാമ്പ് ചെയ്ത. ഞാൻ ആദ്യം വിളിച്ച ആ ഗുഹ എന്തോ അനിമൽസിന്റെ ഗുഹ. അവിടെ പോയി നോക്കിയിട്ടില്ലായിരുന്നു. ശരി. എനിക്കൊരു പേടി. ഈ പുതിയൊക്കെ ഇങ്ങനത്തെ ഗുഹയിലാ താമസിക്കാം ഉണ്ടാവും അല്ലേ? അവരിഷ്ടപ്പെടാൻ ഇങ്ങനത്തെ സ്ഥലം. ഇങ്ങനത്തെ നല്ല കാമൻ ക്വയറ്റായിട്ടുള്ള സ്ഥലമാണ്. പാറക്കെട്ടാകുമ്പോ നല്ല തണുപ്പുണ്ടാവും. അതിനകത്ത് വന്നിരിക്കുവേ. അതിനകത്ത് വന്നിരിക്കും. നല്ല തണുപ്പുണ്ടാവല്ലേ? അതെ. സത്യം പറഞ്ഞാലേ നിങ്ങളെ വീഡിയോ കുറെ മുമ്പേ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളെ പേരും കാര്യങ്ങളൊന്നും ഞാൻ നോട്ടീസ് ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരു പുള്ളി തലയെക്കെട്ടൊക്കെ കെട്ടിട്ട് ഒരാളിങ്ങനെ വീഡിയോ ചെയ്യുന്ന ഇങ്ങനെ കാണുന്നത്. ഞാൻ നോർത്ത് ഇന്ത്യയിലാണ് കൂടുതലും ജീവിച്ചത്. അപ്പം ഇവിടെ വന്നപ്പോ നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെ ക്യാമ്പിങ് ചെയ്യേണ്ട വീഡിയോ ഒന്നും ചെയ്യാറുണ്ടായിരുന്നു. ക്യാമ്പ് പണ്ടേ ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ വന്നപ്പോ ക്യാമ്പ് ചെയ്യണമെന്ന് ഭയങ്കര പൂതി. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് യൂട്യൂബ് എടുത്ത് സെർച്ച് ചെയ്താൽ വീട് ശരിക്കും മാഹി. അപ്പൊ യൂട്യൂബ് എടുത്ത് സെർച്ച് ചെയ്തിട്ട് കേരളത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്ന ഒരാളെ കണ്ടപ്പോ തലക്കെട്ട് കിട്ടിയ ഒരാളിങ്ങനെ ഒരു സാധാരണ നാടൻ ഒരു കൺട്രി എന്ന് പറയില്ലേ, അതുപോലെ ഒരാള്. ഞാനിങ്ങനെ ഒരു വീഡിയോ കണ്ട് 2 വീഡിയോ 3 വീഡിയോ ഇങ്ങനെ കണ്ട് ഇങ്ങനെ ഡെയിലി ആയിപ്പോട്ടെ ക്യാമ്പിംഗ് വീഡിയോ. ഫ്രീ ആയിട്ടുള്ള സമയത്തല്ല ഇങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ സ്ഥലവും പഠിക്കണമായിരുന്നു. ഈ സ്ഥലങ്ങൾ ഇവിടെ ഉള്ളത് എനിക്കറിയില്ലല്ലോ. അപ്പൊ നിങ്ങളെ കണ്ട് ഇത് ശരിക്കും വീഡിയോയില് കണ്ടിട്ടാണോ ഈ സ്ഥലം മനസ്സിലായത്? അതല്ലേ, വീഡിയോ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് അറിയാം, എവിടെയാന്നുള്ളത് അറിയില്ല. അപ്പൊ താഴെയുള്ള ഒരാളോട് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ചു നിങ്ങളെ യൂട്യൂബിലെങ്ങാനും നിങ്ങളെ നമ്പർ എങ്ങനെ സംഘടിപ്പിക്കാൻ പറ്റിയില്ല. നിങ്ങൾ ഇവിടെ എത്തിയത് അത്ഭുതാട്ടാ. ഭയങ്കരമായിട്ട് പെട്ടെന്നല്ലേ ഒരേ സ്ഥലത്ത് തന്നെ നിങ്ങൾ. അല്ല, ഞാന് ശരിക്കും ഇതിന്റെ മേളിൽ ക്യാമ്പ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. അപ്പൊ നോക്കുമ്പോ ഭയങ്കര പാറ. ഞാനൊന്ന് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ക്യാമ്പ് ചെയ്യാൻ വേണ്ടി വന്നത്, ആരോടും പറയാതെ. നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, അവനോടും പറയാതെ. അപ്പോഴാണ് നിങ്ങളെ ലൈറ്റ് കാണുന്നത്. അപ്പൊ ഞാനും ഞെട്ടിപ്പോയി, ഇതിന് മേളിലാരാ? അങ്ങനെ ആരും വരുന്ന ഒരു സ്ഥലമല്ലല്ലോ. എത്ര നേരായി ക്ലൈമറ്റ് തണുപ്പായോണ്ട് പച്ചവെള്ളമായിട്ടുണ്ടാവും. തണുത്തില്ലേ? വേണ്ട. എന്തായാലും നമുക്ക് ആദ്യമായിട്ട് നമ്മളെ കണ്ട ഒരാളാണ്. ഇതേ കാപ്പിയൊക്കെ ഇട്ട് വന്നു. സെറ്റാണ് കേട്ടോ. നിങ്ങൾ കുടിച്ചില്ലേ? ഞാൻ കുടിച്ചു. പുള്ളി കിടില ആളാണ് കേട്ടാ. പുള്ളിന്റെ ഫാനാണ്. അല്ല, നിങ്ങള് പെട്ടെന്ന് കണ്ടപ്പോഴേ സന്തോഷം. അതെ, ഞാന് ഒന്നാമത് വേറൊരു സ്ഥലമാണല്ലോ, ഞങ്ങളുടെ നാടല്ലല്ലോ. പിന്നെ വേറെ കാര്യമുണ്ട്, നമുക്ക് വിറക് വേണ്ടേ?
വിറക് വേണം. ഇപ്പൊ ഇത് ഇങ്ങോട്ടേക്ക് നിങ്ങൾ തീ കത്തിക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നോ? തീ കത്തിക്കാൻ ഞാൻ ഒരുപാട് സെർച്ച് ചെയ്ത് ഇവിടെ വിറക് സെർച്ച് ചെയ്ത് ഒന്നാമത് താഴെ സ്റ്റീപ്പ് ആയതുകൊണ്ട് ഇറങ്ങി പിന്നെ തിരിച്ചു കയറാൻ അതിന് താഴ്ത്തു പോയിട്ട് കാര്യമില്ല. അപ്പൊ നമുക്ക് കുറച്ച് വിറക് ഇതിന്റെ താഴെ ഇറങ്ങി പോയാല് പക്ഷെ അഡ്വഞ്ചർ ഭയങ്കര ഒരു ട്രെയില് കണ്ട് അവിടെ അങ്ങോട്ടേക്ക്. പക്ഷെ അത് മനുഷ്യൻ ഉണ്ടാക്കിയതാണോ മൃഗം ഉണ്ടാക്കിയതാണോ ഒന്നും അറിയാത്തതുകൊണ്ട് പിന്നെ അങ്ങോട്ട് പോയില്ല. അല്ല അതാ ഇറങ്ങി അങ്ങോട്ട് ഭയങ്കര ഒരാളും കൂടി ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പോയി നോക്കാം. നോക്കാം. ഞാൻ റെഡി. അതല്ലേ, ഐ ആം ഓൾവേസ് റെഡി. ഇതൊക്കെ ഒന്ന് അടച്ച് റെഡി ആക്കട്ടെ. സ്ഥിരതാമസാക്കിയാലും നല്ല സുഖമല്ലേ? നല്ല സ്ഥലമല്ലേ? ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതാണ് നമ്മുടെ വയനാടിന്റെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നിങ്ങൾ 3-4 ദിവസം ഉണ്ട് അവിടെ. അപ്പൊ ഞാൻ കാണിക്കാലോ സ്ഥലം. നമ്മളെ കൂടെ പോര്. ഞാൻ ഫുൾ ടൈം കടിച്ച് ഇറങ്ങിയതാ. വീട്ടില് എന്റെ മദറൊന്നും പറയില്ല. ശരി, ഞാൻ പറഞ്ഞു ഞാൻ പോവാണ്. എവിടെയാ? വയനാടായിരിക്കും അല്ലേ? മദറിനെ അറിയാം ഞാൻ പോയാലും വയനാട്ടിലാ പോവാ. അപ്പൊ എപ്പാ വരാ? ഞാൻ പറഞ്ഞു ഞാൻ വരാം. കോളം ചെയ്യണ്ട, നിങ്ങൾക്ക് എന്തെങ്കിലും എമർജൻസി ഉണ്ട് മാത്രം കോൾ ചെയ്താൽ മതി. ഞാൻ ഫ്രീ ആയിട്ടൊന്ന് കറങ്ങിയിട്ട് വരട്ടെ. അതില് ഇതും പഴയ ടൈപ്പ് ബാറ്ററിന്റെ പഴയ ടൈപ്പ്. നമ്മള് പഴയ ആളല്ലേ? സാധനം എന്റെ അടുത്തുണ്ട്. ഇതല്ല അമേരിക്കന്റെ ഒറിജിനൽ US സാധനം. അതെ, ഇത്ര നീളമുള്ള സാധനം ഇല്ല. ബാറ്ററി ഇടുന്ന ശരി. അത് ഞാൻ എടുക്കാന്ന് വിചാരിച്ചു, എന്നോട് മറന്നുപോയി. ശരി, ടെന്റ് അടച്ചിട്ടില്ലേ? നമ്മൾ ടെന്റ് അടച്ചിട്ടിട്ട് പോവാ. മൊത്തമായിട്ട് അടച്ചാ ചുമ്മാ ഇനിയിപ്പോ ആവശ്യമില്ലല്ലോ. ലൈറ്റ് ഓഫ് ചെയ്തല്ലേ? ലൈറ്റ് ഓഫ് ചെയ്തേ. അപ്പോൾ എന്തായാലും ഞങ്ങൾ താഴോട്ട് വിറകുണ്ടോ നോക്കാൻ പോവാണ്. വിറകില്ലെങ്കിൽ ഒരു പരിപാടി നടക്കില്ല. എന്തായാലും ഒരാളെ കിട്ടിയത് തന്നെ വലിയൊരു കാര്യമാണ്. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാൻ വന്നതാണ്, ഒന്ന് റിലാക്സ് ആവണം. ഞാൻ പറഞ്ഞില്ലായിരുന്നു എൻ്റെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഒന്ന് മനസ്സിനൊരു സുഖമല്ല. പക്ഷേ ഇപ്പോൾ ആളും കൂടി ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ വലിയ കുഴപ്പമില്ല, ഒരു ഹാപ്പിനെസ് ആയി. നിങ്ങളെ കണ്ട എന്തായാലും വലിയൊരു കാര്യമായി. ഞാൻ മൊത്തത്തിലൊരു മൂഡ് ഓഫിലായിരുന്നു. അപ്പോൾ ഒരാളും കൂടി ഉണ്ടാകുമ്പോൾ കണ്ടിരുന്നു അല്ലേ? അപ്പൊ നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയണ ആളാട്ടോ. ഞാൻ മോൾക്ക് സുഖമില്ലാന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ വീഡിയോ മൊത്തം കണ്ടതല്ലേ? നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റും കണ്ടിട്ടുണ്ട്. അത് ശരി, നിങ്ങളും മകളും കൂടി. അപ്പൊ അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. പേര് മാത്രമേ എനിക്ക് അറിയാത്തുള്ളൂ. നിങ്ങൾ പഠിക്കാരെന്നുള്ള പേര് മാത്രമേ എനിക്കറിയാം. പക്ഷെ ഒറിജിനൽ നിങ്ങളെ പേരെന്താന്നുള്ളത് അറിയില്ല. അതിപ്പോ അറിഞ്ഞത്. അത് ശരി. എന്റെ അടുത്ത് പെപ്പർ സ്പ്രേ ഉണ്ട് കേട്ടാ. അതെ, ഇത് ശരി. കണ്ടാ? നല്ല സാധനമാണ്. അത് യൂസ് ചെയ്യണ്ടേ? ഇപ്പൊ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തുമ്മിച്ചാവും, കണ്ണും കാണാം. നിങ്ങള് കാര്യമായിട്ട് ഇറങ്ങിയല്ലേ? കാര്യമായിട്ട് നമ്മുടെ അടുത്ത് ഇതുവരെ ഈ സാധനം ഇല്ല കേട്ടോ. അല്ല, എന്റെ അടുത്ത് ഞാൻ ഇതിനെ പറ്റി ചിന്തിച്ചിട്ട് പോലും ഇല്ല. ശരി. പിന്നെ ഇനി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പെപ്പർ സ്പ്രേ അടിച്ച് നമ്മള് ഇതെന്താ? ഇത് സേഫ്റ്റി സ്റ്റിക്കാണ്. സ്റ്റീൽ സാധനമാണ്. അടിച്ച് പരിപാടിയോ ഇതേണ്ട സംഭവം സെറ്റപ്പ് ആയിട്ടാണ് നമ്മളെ ആളിറങ്ങിയിട്ടുള്ളത്. ഇത് കൈ പിടിക്കാല്ലേ? ഇത് കൈ പിടിക്കാം. ഇതാകുമ്പോ നമുക്ക് സേഫ് ആണല്ലോ. ഇത് പോക്കറ്റിലിട്ടോ? അതില്ലേ? അത് പോക്കറ്റിലിട്ടോ. അപ്പൊ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ അടിച്ചു കൊടുക്കേ. അതിന്റെ കാര്യത്തിൽ ആരും ടെൻഷൻ അടിക്കണ്ട. എല്ലാ സേഫ്റ്റി മെഷേഴ്സും ഉണ്ട്. പോയിട്ട് കാണാം. അതെ, വാ. ടോർച്ച് നല്ല സെറ്റപ്പ് അല്ലേ? ഇതാണ് റൂട്ട് അല്ലേ? റൂട്ട് നോക്കി പോരട്ടോ. ഭയങ്കര കാടാണല്ലോ. ഇവിടെ കൊക്കയാണല്ലേ? അങ്ങോട്ടേക്ക് താഴെ കുഴിയാണ്. അയ്യോ, അതും ശ്രദ്ധിക്കണം. മൃഗങ്ങളെക്കാട്ടും കൂടെ അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, സ്ലിപ്പാവരുത്. ഇതുണ്ടോ? സ്ലിപ്പായ ഈ മരത്തിന്റെ വീട്ടിൽ വന്ന് നിൽക്കും. ഇവിടുന്ന് മരമുണ്ട്. ഇതേ താഴോട്ട് എൻ്റെ പൊന്നെ. എടാ, ഇതിലിറങ്ങാൻ പറ്റില്ലടാ. ഇത് നോക്കിയാ ഇറങ്ങാൻ പറ്റില്ല. എൻ്റെ പൊന്നെ, സ്റ്റീപ്പായിട്ടുള്ള ഇറക്കാം. അത് മാത്രമല്ല പുല്ലും ഉണ്ടല്ലോ ഇഷ്ടം പോലെ. സ്ലിപ്പാവൂലേ? സ്ലിപ്പായി കഴിഞ്ഞാൽ രാത്രി ആയതുകൊണ്ട് എന്താ ചെയ്യാനൊന്നും പിടുത്തം കിട്ടില്ല. വേറൊരു ഓപ്ഷനും ഇല്ലല്ലോ വിറകിന്. ഇവിടെ കുറച്ച് ചില്ല പോലെ. ഇത് മുണങ്ങിയത് വല്ലതും. ശ്രദ്ധിക്കണേ. ഇതൊക്കെ എടുക്കാല്ലേ? അതൊക്കെ എടുത്തോ. ശ്രദ്ധിക്കണം കേട്ടാ. അത് പൊട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പോവേ. ഭയങ്കര കുഴിയാ താഴോട്ട്. താഴോട്ട് ഭയങ്കര കുഴിയാ. ഇതില് കാണുന്നപ്പോ ഇതിന്റെ ഡെപ്ത് മനസ്സിലാവുന്നില്ല. ഈ ക്യാമറയില് കാണുമ്പോ മനസ്സിലാവുന്നില്ല. പക്ഷെ ഈ കുഴി ഉണ്ടല്ലോ, ഭയങ്കര കുഴിയാണ്.
ആ കൊമ്പ് ഉണങ്ങിയതാണ്, പക്ഷെ പൊട്ടിക്കണ്ട, നിങ്ങളെ അപ്പോൾ സ്ലിപ്പാവും. പറ്റുവാ? ശ്രദ്ധിക്കണേ. അത്യാവശ്യം പുള്ളികൾ കിട്ടി. മേലെ ഉണ്ട്, എവിടെയുണ്ട്. വേണ്ട, പുള്ളി ആള് സെറ്റപ്പാട്ടാ. വേറെ നിവൃത്തിയില്ലല്ലോ. അതെ, വിറക് വേണ്ട. വയനാട്ടുകാരനല്ലേ, എന്തായാലും ഒരു കാടിന്റെ ഒരു ഫീൽ ഉണ്ടാവും. കാടിന്റെ മകനല്ലേ, അപ്പോ ആ ഒരു സ്കിൽ എന്തായാലും ഉണ്ടാവും. നമ്മള് വള്ളത്തിലിറങ്ങി നീന്താൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നീന്തും, പക്ഷെ ഈ കാട്ടിലിറങ്ങിയിട്ടുള്ള പരിപാടിക്കൊന്നും നടക്കൂല. നാളെ നമുക്ക് നല്ലൊരു കാട്ടിൽ പോവാട്ടോ. അതെ, കാട്ടില് ഇറങ്ങിയിട്ടുള്ള പണി എന്തായാലും എന്നെ കൊണ്ട് നടക്കില്ല. നടക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. പുള്ളിയാകുമ്പോ കാടിന്റെ ആളാണ്, അപ്പൊ അത് പുള്ളി എനിക്ക് ചെയ്തോളൂ. എന്താ അത്യാവശ്യം ചെറിയ രീതിയിൽ തീ വെക്കാല്ലേ. ഏകദേശം തീന്റെ കൊമ്പുകൾ കിട്ടി ഓൾറെഡി. എന്നാലും കുറച്ചും കൂടി ഒന്ന് കളക്ട് ചെയ്തിട്ട് നമുക്കേ മൊത്തത്തിലൊന്ന് കറങ്ങി നോക്കാം. കറങ്ങി നോക്കാം. അഥവാ അങ്ങോട്ട് എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ അവിടുന്ന് കുറച്ചും കൂടി. ഇത് വിറകൊക്കെ ആരാ പൊട്ടിക്കാൻ ഇങ്ങനെ എന്നൊക്കെ ഉണ്ടാവില്ല, നോക്കി കാരണം. കാണുന്നുണ്ടോ? ഭയങ്കര സ്റ്റീപ്പ് അല്ലേ? ഓ, അവിടെ നടക്കുള്ളൂ, അങ്ങോട്ട് പോവാനേ പറ്റില്ല. അതായത് ഇവിടെ ഒരു വിറക് കിടക്കുന്നത്. നേരത്തെ പൊട്ടിച്ചല്ലേ? നമുക്ക് കുറച്ചുകൂടി വിറക് വേണം. അതിപ്പോ എന്താ ചെയ്യാം? നോക്കാം. നമുക്ക് 2 കല്ലെടുക്കാം അല്ലേ? കല്ലെടുക്കാം. നീ എടുത്ത് ഞാൻ എടുത്തോളാം. ഞാൻ എടുത്തരി. നീ റൗണ്ട് വെച്ചാ മതി. എവിടെ വെക്കണ്ട? ഇവിടെ വെക്കാം. അവിടെ വെച്ചാ. ഇതിന്റെ കണക്ട് ചെയ്താ പോരെ? ആ, മതി. കൈ നോക്ക്, കൈ കുത്തിയ. ഇല്ല, ആ മതി മതി. ഇതിനകത്ത് കത്തിച്ച് നോക്കാം അല്ലേ? പോസ്റ്റ് കെട്ടിന നമുക്ക് വിറകിന് വലിയ പാടാ ഇവിടെ. എന്താ വെച്ചാൽ ഈ മലയുടെ മേളിലായതുകൊണ്ട്. മലയുടെ ഇത് ഇതല്ലേ ഇല, ഇലവിയ പൂഞ്ചോലയാ. ഇലവീഴ പൂഞ്ചിറ അല്ലേ? ഇലവീഴ പൂഞ്ചിറ. അതാണ് സംഭവം. സെറ്റപ്പ് സാധനം ഇത്. പിന്നെ സേഫ്റ്റിക്ക് ഉപയോഗിക്കാറുണ്ട് ഇത്. ആ, സേഫ്റ്റിക്കാർ ഇവിടെ ഒന്നും വന്നിട്ടില്ല. അങ്ങനെ ഡേഞ്ചർ ഒന്നും ഉണ്ടായിട്ടില്ല. ഇല്ല, ഉപയോഗിക്കാം. സേഫ്റ്റിക്ക് ബെസ്റ്റ് സാധനം. അതെ. നമ്മളെന്തായാലും നമ്മുടെ ചോളം ഇതിനകത്ത് വെച്ചു കേട്ടോ. ഞാനത് കുക്ക് ചെയ്താലോ? ആ, കുക്കി. നെയ്യില്ല കേട്ടോ, നെയ്ക്ക് പകരം RKG മതി, കുഴപ്പമില്ല. നെയ്യ് വേണമെന്നില്ലല്ലോ. ഇവിടെ ബാക്കിയുള്ളവര് നെയ്യ് ഓൾറെഡി പ്രശ്നമായിട്ടാണല്ലോ അല്ലേ? ബട്ടൺ ഇവിടെ അല്ലല്ലേ? ഈ ഗ്യാസ് കത്താനാണ് ഈ കാറ്റത്ത് പ്രശ്നം. കുഴപ്പമില്ല, തീക്ക് പ്രശ്നമില്ല. നമ്മുടെ ചോളം അടിപൊളിയാണല്ലേ? സെറ്റ് ആയി കേട്ടോ ചോളം. സെറ്റാവും. ഇപ്പം തന്നെ റെഡി ആയല്ലോ. ആ, കുറച്ചുകൂടി വേവല്ലേ? നൂഡിൽസ് ആയോ? നൂഡിൽസ് വെക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് നോക്കിയിട്ടേ ഇല്ല. കുഴപ്പമില്ല, റെഡി ആയിക്കും. കുഴപ്പമില്ല, കരിഞ്ഞാൽ നമ്മൾ ഇതന്നെ സെറ്റാണ്. അഡ്ജസ്റ്റ് ചെയ്യുന്നേ, അത്രയേ ഉള്ളൂ. സർവൈവൽ ആണല്ലോ മെയിൻ. കരിഞ്ഞില്ലേ? ഒരു സൈഡ് മൊത്തം കരിഞ്ഞു. അതൊന്നാമത് ഇങ്ങനെ പിടിച്ചിട്ട് തന്നെ ഇങ്ങനെ റോൾ ചെയ്ത് പിടിക്കണം. ഒരു സൈഡിൽ തന്നെ വെച്ചുകൊണ്ട് ആ ഭാഗം മൊത്തം കരിഞ്ഞു. സാറില്ല, കുഴപ്പമില്ല, ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ടോ? അടിപൊളിയാ. ചെറിയ കുറച്ച് ഭാഗം കരിഞ്ഞിട്ടുണ്ട്, അതങ്ങ് കളയാല്ലേ? കാണും കഴിക്കാൻ തോന്നുന്നുണ്ടോ? കഴിക്കാൻ തോന്നുന്നുണ്ട്, പക്ഷെ ഞാൻ കഴിക്കൂല. ഞാനത് കഴിച്ചാലേ വേറൊന്നുമല്ലോ, വീട്ടിൽ നിന്ന് അത്രയും വിഷമിച്ചാണ് ഓരോരുത്തർ പറയണതേ. അത് ശരിയാ. ഇളക്കി കൊടുക്കണം.
ഇത് ചൂടാറിന് കഴിക്കാം. അവിടെ പോയിട്ട് കഴിച്ചാൽ പോലെ അല്ലേ? അപ്പൊ ഞങ്ങളിന്ന് ഭക്ഷണം കഴിക്കുന്നത് വേറെ സ്ഥലത്താട്ടോ, നമ്മളെ പഴയ ഗുഹയില്. അവിടെ നല്ലൊരു ഗുഹ ഉണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഓൾറെഡി അവിടെ കഴിക്കാന്നില്ല, ഞാൻ നൂഡിൽസ് കഴിക്കുന്നു, നിങ്ങൾ കഴിക്കണ നിങ്ങൾ നോക്കിയിരുന്നോ? നിങ്ങൾക്കെല്ലാം വേണം. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു നിങ്ങൾ കഴിച്ചോ കഴിച്ചോ. വേണ്ട, എന്റെ അടുത്ത് ഇതുണ്ട്, കുറച്ച് കുക്കുമ്പറും കുറച്ച് ഇതൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോവാം. ആ ചിമ്മിനി വിളക്ക് വേണം അതിൻ്റെ ഉള്ളിൽ. അതെടുക്കാം നമുക്ക്. നോക്കി കാരണം നീ അവിടെ ഇരുന്ന ഒരു സൈഡില് നോക്കിട്ട സ്ലിപ്പ് ആവരുത്. കുയ്യൊന്നുമില്ലല്ലോ. ഇല്ലല്ല, നോക്കിട്ട് അഡ്ജസ്റ്റ് ചെയ്ത്. അപ്പം എന്തായാലും പുള്ളി നൂഡിൽസ് കഴിക്കണേ, ഞാൻ ഇത് കഴിക്കണേ. ഞാൻ നൂഡിൽസ് വേണോന്ന് ഒരുപാട് പ്രാവശ്യം ചോദിച്ചാ. അല്ല വേണ്ട, ഹെൽത്ത് ഇഷ്യൂ ഉള്ളതുകൊണ്ട്. അല്ല നിങ്ങൾ കഴിച്ചോ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതല്ല ഞാൻ പറഞ്ഞ എനിക്ക് ഇത് ഒറ്റക്ക് കഴിക്കുമ്പോ ഒരു ഇല്ലല്ല, അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നും തോന്നണ്ട, അങ്ങനെയൊന്നും തോന്നണ്ട. വേണമെങ്കിൽ ഞാൻ പറയും എനിക്ക് കുറച്ച് തരാൻ പറയും. അതെ, ഞാൻ കുറെ പ്രാവശ്യം പുള്ളിയോട് ചോദിച്ചതാ. പുള്ളിക്ക് കുറച്ചൊരു എന്താ പറയാ ഡയറ്റിന്റെ ഇതും കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അവോയ്ഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ കാര്യമാക്കണല്ലോ, പുള്ളിയുടെ ഹെൽത്ത് നമ്മളേയും കൂടി ഉത്തരവാദിത്തപ്പെട്ടതാണല്ലോ. നല്ല തണുത്ത കുക്കുമ്പർ, നല്ല സുഖട്ടോ, തൊലി എത്തുമ്പോളേ നല്ല സെറ്റ്, അടിപൊളി. എന്താ കഴിച്ചോ? ഇത് കഴിക്കട്ടെ. കുക്കുമ്പർ എല്ലാം കൂടി കഴിക്കാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടാ. കഴിക്ക്. നല്ല നിലാവില്ലേ, അടിപൊളി. പിന്നെ ഇത് ഒരു ക്യാപ്സിക്കം ഉണ്ട്. ക്യാപ്സിക്കം കഴിക്കൂലേ നീ ഉച്ചക്ക്? അയ്യോ, ക്യാപ്സിക്കം വേണ്ട. ഇത് നല്ലടാ, വേണ്ട, നിങ്ങൾ കഴിച്ചോ. ഞാൻ ഈ എടാപടാന്ന് വിളിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ. അല്ല, അതെന്താ അറിയോ, കൂടുതൽ അടുപ്പാകുമ്പോൾ എനിക്ക് അങ്ങനെ ഓട്ടോമാറ്റിക്കലി വരുന്ന എടാന്ന് വിളിച്ചാ മതി. ഞാൻ പറയേ, ഓടി വന്ന് ആദ്യമായിട്ട് കാണുന്ന ഒരാൾ എടാപടാന്ന് വിളിക്കുമ്പോൾ എനിക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് മുഖത്ത് നോക്കി ഒന്ന് പറയൂലേ. അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ പറയേണ്ട ഇത് എനിക്കും ഇല്ല. ഞാൻ സംസാരിക്കല്ലോ അങ്ങനെ അങ്ങനെ. അല്ല, ചിലവർക്ക് അത് ഇഷ്ടപ്പെടൂലേ. അല്ല, ഞാൻ എന്താ അറിയോ, ഞാൻ ഓട്ടോമാറ്റിക്കലി അവനെ സതീശനെ ഇടപെടാന്നല്ലേ. നിങ്ങളിപ്പോ ഒരു 10 വയസ്സുള്ള കുട്ടിയാണ്, അല്ലെങ്കിൽ ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി എന്നെ എടാ പോടാ എടാന്ന് ഇങ്ങനെ വിളിക്കും, അത് ഓക്കെ, അവനോട് പറയും. നമുക്കുണ്ടാക്കുക ഏകദേശം ഒരു സെയിം. എനിക്ക് 39 വയസ്സ്. സെയിം 39 അല്ലേ? ആ, ഒരടി അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, 39 കറക്റ്റാണ്. അപ്പൊ ഇടപെടാം. ഓക്കെ, ഓ, നമ്മളെ ഫുഡ് ഇപ്പോൾ കുറച്ച് ദിവസം ഇനിയിപ്പോൾ ഇതൊക്കെ വേണ്ടി വരും. എന്താ വെച്ചാൽ പൊരിച്ചതും കരിച്ചതൊന്നും പറ്റൂലോ. അത് മാക്സിമം ഒഴിവാക്കുന്നതല്ല. പിന്നെ കുറച്ചാൾ ഇങ്ങനെ തന്നെ ക്യാമ്പ് ചെയ്യേ, അപ്പോൾ കുറച്ച് കലോറിയും കാര്യങ്ങളൊക്കെ കുറയും. നിങ്ങൾ എന്നാലും വന്ന ധൈര്യം ഞങ്ങളെ സമ്മതിച്ചിരിക്കുന്നു. പിന്നെ ധൈര്യം നിങ്ങളല്ലേ തന്നത്. അല്ല, എന്നാലും നിങ്ങൾ തന്ന ധൈര്യം. വീഡിയോ കണ്ടിട്ട് വന്നു പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അതിശയം. അല്ല, എനിക്ക് ഓൾറെഡി അങ്ങനത്തെ ഒരു പേടിയൊന്നും ഇല്ല എനിക്ക് വരാനുള്ള ഒരു. അല്ല, പേടിയില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. എന്താ വെച്ചാൽ മറ്റേ കുരുമുളകിന്റെ സ്പ്രേയും പിന്നെ അടിക്കാനുള്ള നമ്മള് മറ്റേ യൂട്യൂബിലൊക്കെ അങ്ങനെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ ഒരു വീശണ പൈപ്പ്, ഒരു വടി, ആ സാധനമൊക്കെ കൊണ്ടിട്ടാ വന്നിക്കണേ. അപ്പൊ എന്തായാലും പേടിയില്ല എന്നുള്ളത് മനസ്സിലായി. അപ്പം അല്ല, പ്രിക്കോഷൻസ് വേണമല്ലോ, സേഫ്റ്റി കാര്യങ്ങള്, സേഫ്റ്റി മെഷേഴ്സ് എപ്പോഴും. അല്ല, അത് സത്യമാണ്, എന്നോട് എല്ലാവരും എൻ്റെ ആൾക്കാർ പറയണത്. എന്താ പറഞ്ഞാല് മനുഷ്യനാണ്. മൃഗങ്ങൾക്ക് അതിൻ്റെതായ കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചാടി പോകാനുള്ള കഴിവുണ്ട്, പറന്നു പോകാനുള്ള കഴിവുണ്ട്. മനുഷ്യനിക്ക് അങ്ങനെ ഒരു കഴിവില്ലല്ലോ. അതിന് വേണ്ടിയിട്ടാണ് മനുഷ്യൻ പല ആയുധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അപ്പൊ ഞങ്ങൾ മാക്സിമം ആയുധം കാര്യങ്ങൾ യൂസ് ചെയ്യണം ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ. ബൈ ചാൻസ് എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ. പെട്ടെന്ന് ഏതെങ്കിലും ഒരു കടുവ എവിടെന്നെങ്കോ ഓടി ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു സാധനമില്ല, ഒന്നുമില്ല, ഒരു സാധനമില്ല. എന്തായാലും എടുക്കണം ആണ് നിങ്ങള്. അതെല്ലാം ഓക്കെയാണ്, നിങ്ങൾ ചാലഞ്ചിങ് ആണ്. പക്ഷെ ചാലഞ്ച് ഒന്നും അല്ല, ഞാൻ എന്റെ ഒരു ഒന്നും വരില്ല എന്നുള്ള ഒരു ഇതല്ലേ. അതെ, അത് നിങ്ങളെ ശുഭാപ്തി വിശ്വാസം. ഒന്നും വരില്ല എന്നുള്ള നമ്മളൊരു ആ ഒരു ഇതില്ല. അല്ലാണ്ട് ഞാനൊന്നും എടുക്കാതെ ഭയങ്കര ധൈര്യശാലി ആയിട്ടല്ല, ഞാൻ ശരിക്കും ഭയങ്കര പേടിക്കാരനാ. അല്ല, അതൊക്കെ അത് ഞാൻ ഓക്കെ, അത് നിങ്ങളെ തെറ്റെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങൾ അതിനെ ഇമ്പ്രൂവ് ചെയ്യണം. ഇങ്ങനത്തെ വെപ്പൺസ് എന്തെങ്കിലും സെൽഫ് ഡിഫെൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാം വേണം. അത് എല്ലാവരും അംഗീകരിച്ച കാര്യമാണല്ലോ, അതുകൊണ്ട് അത് യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ലത്.
എന്താ ഓറഞ്ച് അത് പകുതി നിങ്ങൾ അല്ലണ്ട കഴിച്ചോ നിങ്ങൾക്ക് ഫുള്ള് വേണ്ട. കഴിക്കി നല്ല ഓറഞ്ച് നല്ല മധുരമുണ്ട്. ഞാൻ കുറച്ച് കാപ്പി കുടിക്കട്ടെ. കാപ്പി പിടിച്ചോ, അത് തണിഞ്ഞിട്ടുണ്ടാവും. തണിഞ്ഞ് പ്രത്യേകിച്ച് ക്ലൈമറ്റും കൂടി തണുപ്പായോണ്ട് 2 മിനിറ്റ് കൊണ്ട് തന്നെയാ. കാപ്പി കൂടിയൊക്കെ കുറയ്ക്കാൻ പറഞ്ഞിരിക്കുക. പക്ഷെ ഇത് മധുരം ഇങ്ങനത്തെ ആയതുകൊണ്ട് കുഴപ്പമില്ലല്ലേ? മധുരം ഇത് കഴിക്കണ്ട. ഞാൻ ഇതൊരു എന്താ പറയുക, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് എടുത്തത്. ഇത് നല്ല മധുരമായാലോ? കുറച്ചല്ലേ ഇട്ടുള്ളൂ. അത്ര തന്നെ, അങ്ങനെ തന്നെയാ. അതായത് ഇതാണ് ഷുഗർ അല്ല, അത് ആർട്ടിഫിഷ്യൽ ഷുഗറാ. അത് ശരിക്കും ഒരു ഭംഗിക്ക് ഉപയോഗിക്കുന്ന സാധനം മാത്രം, അതുകൊണ്ട് റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. ഞാനിത് ഇങ്ങനെ ടെന്റില് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം എടുത്തതാ. പച്ചവെള്ളത്തിൽ മധുരം ഇട്ട് കുടിച്ചാൽ മതി. ഞാൻ പറഞ്ഞേ, ഞങ്ങള് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടാ ഇത് കുടിക്കുന്നത്. ഇത് എപ്പോ ഉണ്ടാക്കിയതാ? അതും കനലിൽ ഉണ്ടാക്കിയതാ, പെട്ടെന്ന് തണിയും. അതെ, നിങ്ങളത് എടുക്കോ? നോക്കി ഇറങ്ങണം. നമ്മുടെ വിളക്ക് എന്തായാലും സെറ്റാല്ലേ? വിളക്ക് കുറെ നേരം കത്തുന്നുണ്ടല്ലോ. അത് നല്ല നിലാവുണ്ടോന്ന്. നിലാവുള്ള ദിവസം നോക്കിയിട്ട് വന്നതാണ്. എല്ലാ സാധനങ്ങളേ ഒതുക്കി പെറുക്കി വൃത്തിയാക്കി വെച്ചാല് സെറ്റാക്കിയിട്ട് അതേപോലെ തന്നെ വെക്കാം. എന്നാ പിന്നെ പരിപാടി എളുപ്പമായാലും. ക്യാമ്പിന് പോകുമ്പോ എളുപ്പമാവും. നമുക്ക് വിറക് മാത്രമേ ഒരു കുറവായിട്ടുള്ളൂ അല്ലേ? ബാക്കിയൊക്കെ ഓക്കെ അല്ലേ? ബാക്കിയെല്ലാം 100% ഓക്കെയാണ്, ഒരു പ്രശ്നമില്ല. അപ്പം എന്തായാലും ഞങ്ങളുടെ രണ്ടുപേരെയും ഫുഡ് അടി കഴിഞ്ഞു, അടിപൊളിയായി. പിന്നെ ഇനി നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഒതുക്കി നമുക്ക് അത് കാത്തു കയറാം അല്ലേ? ഈ തണുപ്പുണ്ട്, ഇവിടെ ഉള്ളിലേക്ക് കയറി ഇരിക്കാൻ തോന്നുന്നില്ല. പക്ഷെ തണുപ്പ് പോരാ, ഇത് കുറവാ. അങ്ങനെയല്ല, ഒരു നല്ല രസമുള്ളതാണ്. അതെ, അല്ല തണുപ്പ് കുറച്ചുകൂടി ആവാനുണ്ട്. ഇത് തണുപ്പ് ഇല്ല, ഇന്ന് തണുപ്പ് കുറവാണ്. കൂടി ഉള്ളതുകൊണ്ട് അതെ അതെ, നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് ശരിക്കും വിറകുണ്ടായിരുന്നെങ്കിലേ ഇങ്ങനെ ഇരിക്കായിരുന്നു അല്ലേ? പിന്നെ ഇന്നാണെങ്കിൽ നല്ല നിലാവുണ്ട്. നല്ല വെട്ടവും നല്ല ഒരു സൗണ്ട് കേട്ടോ അപ്പോൾ അവിടുന്ന്. എന്തോ ഒരു സൗണ്ട് കേട്ടാ ഒരു മൂളിച്ച. ശ്രദ്ധിച്ചു അല്ലേ? ഞാൻ ശ്രദ്ധിച്ചു. ഒരു മൂളിച്ച. എന്നാലും കിടക്കുമ്പോഴേ ടോർച്ചൊക്കെ എടുത്ത് കയ്യിൽ വെച്ചിട്ട് കിടന്നു. പിന്നെ എന്തെങ്കിലും സൗണ്ടൊക്കെ കേട്ട് കഴിഞ്ഞാലേ വിളിച്ചാ മതി കേട്ടാ. അതെന്തായാലും വിളിക്കും, ഷുവറായിട്ട് വിളിക്കും. നിങ്ങൾക്ക് അതിൽ കിടക്കാൻ പറ്റണ്ട? ഓ, ഇത് കിടക്കാം. ഞാനിപ്പോ ഇതൊന്നും ഇല്ലെങ്കിലും അങ്ങോട്ട് കിടക്കും. അതെ അതെ, നിങ്ങൾക്ക് ശീലമാണല്ലോ. എനിക്ക് അങ്ങനെ ഒരു നിർബന്ധമുള്ള ആളൊന്നുമല്ല, ഒന്നിലും ഒരു കാര്യത്തിലും അങ്ങനെ ഒരു നിർബന്ധമില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ. പിന്നെ ഇതിനുള്ളിൽ വലിയ കുഴപ്പമില്ല, ചൂടുണ്ട്. പിന്നെ ഈ ഷീറ്റും വലിയ കുഴപ്പമില്ല. എൻ്റെ അടുത്ത് പിന്നെ സ്ലീപ്പിംഗ് ബാഗ് ഒക്കെ ഉണ്ടല്ലേ? ഞാനെന്തായാലും കേറിയിട്ട് നമ്മളെ പ്രേക്ഷകർക്ക് കുറച്ച് കമന്റിന് റിപ്ലൈ ഒക്കെ കൊടുക്കാം. അതൊക്കെ ഒന്ന് കൊടുത്ത് സെറ്റ് ആവട്ടെ. പിന്നെ ലൈറ്റുകൾ എടുത്ത് വെക്കുമല്ലോ? ഞാൻ എടുത്തു വെക്കാം അല്ലേ? ഞാൻ കയറട്ടെ. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ഇതിലുണ്ട്, വിളിക്കിട്ടാ. വിളിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. പിന്നെ നമുക്കിന്നൊരു കമ്പനി കൂടി ഉണ്ടായതുകൊണ്ട് സമയം പോയതൊന്നും അറിഞ്ഞില്ല. 12 മണിയായി. അല്ലെങ്കിൽ നമ്മൾ 9 മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ കൂട്ടിൽ കയറണതാണ്. പിന്നെ ഇനിയിപ്പോൾ കുറച്ച് കമൻറ്റുകൾ വായിക്കാനുണ്ട്. നോക്കട്ടെ, നമ്മളെ വീഡിയോയുടെ ലെങ്ത്തിനനുസരിച്ച് ഞാൻ എന്തായാലും വായിക്കാം കേട്ടോ. കുറച്ച് ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ വായിക്കാം, ഇല്ലെങ്കിൽ നാളെ രാവിലെ വായിച്ചിട്ടേ ഞാൻ പോവുള്ളൂ കേട്ടോ. പിന്നെ അപ്പോൾ എന്തായാലും സൈഡാവാം അല്ലേ? എന്തായാലും ഇതൊക്കെ അടച്ചിടാം, ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ് കേട്ടോ. ഞാൻ എന്തായാലും കമൻറ്റ് വായിക്കാൻ പറ്റുമോ നോക്കട്ടെ. വീഡിയോയുടെ ലെങ്ത്ത് നോക്കിയിട്ട് ഞാൻ വായിക്കാം കേട്ടോ. നമുക്ക് ഹായ് പറയാൻ വേണ്ടി ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലെങ്ത്ത് അനുസരിച്ച് നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ. കുറേ പേരുണ്ട്, നമ്മളെ സുഹൃത്തുക്കൾ തന്നെയാണ്. കുറേ പേരതൊക്കെ ഞാൻ അന്ന് പറഞ്ഞു, കുറേ പേരത് ഇനിയും പറയാനുണ്ട്. പിന്നെ നമ്മൾ ആ ലെങ്ത്ത് നോക്കിയിട്ടേ കുറച്ച് ഞാനിപ്പോൾ പറഞ്ഞിട്ട് ബാക്കി ഞാൻ രാവിലെ പറയാം കേട്ടോ. ഞാൻ നോക്കട്ടെ കേട്ടോ. പിന്നെ ആദ്യം തന്നെ ജാഫർ, നമ്മളെ വീഡിയോ കാണുന്നതാണ്. ജാഫർ സൗദിയിലാണ്, ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ജാഫറിനൊരു ഹായ് കേട്ടോ.
പിന്നെ ഉള്ളത് ഷംലാൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു സുഹൃത്ത് എനിക്ക് ഇങ്ങനെ കമൻറ്റ് നമ്മുടെ വീഡിയോയിലൊക്കെ കമൻറ്റ് ചെയ്യണതാണ്. പുള്ളി നമ്പർ വേണമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജൊക്കെ അയച്ചിരുന്നു കേട്ടോ. പുള്ളി ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷംലാനും ഹായ് കേട്ടോ. പിന്നെ നമ്മുടെ ലത ചേച്ചി ഒരു കമൻറ്റ് ചെയ്തിരുന്നു. സതീഷിനും നൗഷൂനും ഹായ് എന്നും പറഞ്ഞിട്ട് കേട്ടോ. ഹായ് ചേച്ചി. പിന്നെ ചേച്ചി ഇങ്ങനെ പറയുന്നുണ്ട് മരുന്ന് കഴിക്കണം, അതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ കൊളസ്ട്രോളിൻ്റെ ഒക്കെ കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ നമ്മളെ ശ്രീജിത്ത് മാനന്തവാടിക്കാരൻ പറയുന്നുണ്ട് ക്യാമ്പിംഗ് വീഡിയോ തന്നെ വേണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാനതന്ന് ഒരു വീഡിയോ ആക്കി ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ കുറച്ചൊരു ഡിലേ ആയല്ലോ, നമ്മൾ ആ ഹോസ്പിറ്റൽ കേസൊക്കെ ആയതുകൊണ്ട്. അങ്ങനെ ഞാൻ അവനെയും കൂട്ടിപ്പോയി, അവനും കണ്ടിട്ടില്ല ആ കാൽപ്പാട്. അപ്പോൾ അങ്ങനെ അവനെ കൂട്ടിപ്പോയിട്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്തെന്നേ ഉള്ളൂ. പിന്നെ നമ്മളെന്തായാലും ക്യാമ്പിംഗ് വീഡിയോ തന്നെയാണ് ചെയ്യുക. അത് തന്നെയാണ് നമ്മുടെ പരിപാടി കേട്ടോ. പിന്നെ നമ്മുടെ സുഹൃത്ത് അൻവർ കൂരിമണ്ണിൽ പുള്ളി ദുബായിലാണ്. പുള്ളി പറയുന്നുണ്ട് കൊളസ്ട്രോൾ ഒന്നുകൂടി ചെക്ക് ചെയ്യണം, പിന്നെ എനിക്ക് കൊളസ്ട്രോൾ അത്ര ഉള്ളതായിട്ട് തോന്നൂല എന്ന്. അതായത് എനിക്ക് തോന്നുന്നത് ഇത്രയും കൊളസ്ട്രോൾ ഉള്ള ഒരു ആൾ ഇങ്ങനെ ഒരു ആരോഗ്യത്തോടു കൂടി ചിലപ്പോൾ ഇരിക്കൂലേ. അതുകൊണ്ടായിരിക്കും അൻവർ അങ്ങനെ പറഞ്ഞത്. ഞാൻ എന്തായാലും ഒന്നുകൂടി ചെക്ക് ചെയ്യാം കേട്ടോ. ഇത്രയും കൊളസ്ട്രോളിൻ്റെയും ഈ BP ഒക്കെ കാര്യം പറഞ്ഞപ്പോൾ ഹാർട്ടിക്ക് പറയണത് എന്താ അറിയോ? ഹാർട്ടിക് ഹുസൈൻ പറയുന്നത് അവിടെ പൊറോട്ട ഇറച്ചിയൊന്നും കിട്ടൂലേന്ന്. വല്ലാത്തൊരു മനുഷ്യൻ. പിന്നെ നമ്മുടെ ഒരു സുഹൃത്ത് അൻവർ ഷാ ഒരു വീഡിയോയ്ക്ക് ഒരു 5 കമൻറ്റെങ്കിലും ചെയ്യും കേട്ടോ. നമ്മുടെ ഒരു സുഹൃത്താണ്. പുള്ളി അടിപൊളിയാണെന്ന് പറയുന്നുണ്ട്. എല്ലാം കൊണ്ടും പുള്ളി ഒരുപാട് ഇങ്ങനെ കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന ആളാട്ടോ. അപ്പോൾ അൻവർ ഷായ്ക്കും ഒരു ഹായ് കേട്ടോ. ഞാനൊന്ന് പറഞ്ഞില്ലായിരുന്നു നമ്മൾ രാവിലെ എഴുന്നേറ്റ് വെറും വയറ്റിൽ വെളുത്തുള്ളിയൊക്കെ കഴിക്കണേന്ന്. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് വാസന്തി എന്ന് പറഞ്ഞ സുഹൃത്ത് വെളുത്തുള്ളി കഴിക്കാൻ പറയുന്നുണ്ട്. അത് വെളുത്തുള്ളി എനിക്ക് തോന്നുന്നത് കുറച്ച് നല്ലതായിരിക്കും അല്ലേ? എല്ലാവരുടെയും അഭിപ്രായമാണ് വെളുത്തുള്ളി. അപ്പോൾ എന്നോട് ഉമ്മയും പറഞ്ഞേ വെളുത്തുള്ളി രാവിലെ കഴിച്ചാൽ വെറും വയറ്റിലൊക്കെ കഴിച്ചാൽ നല്ലതാണ്, കൊളസ്ട്രോളിനൊരു ഇത് കിട്ടുന്നേ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ വാസന്തിയും പറഞ്ഞു. പിന്നെ അതുപോലെ അമ്പിളി എന്ന് പറഞ്ഞ നമ്മുടെ സുഹൃത്ത് പറഞ്ഞു മുരിങ്ങയിലയൊക്കെ കൂടുതലായിട്ട് കഴിച്ചാൽ അതിനകത്ത് കൊളസ്ട്രോളിൻ്റെ ഒക്കെ ഇതുണ്ടെങ്കിൽ അങ്ങ് മാറും. കൂടുതൽ ഫുഡിൽ മുരിങ്ങയില ഉപയോഗിക്കാൻ പറയുന്നുണ്ട്. വീട്ടിലാണെങ്കിൽ ഇഷ്ടംപോലെ മുരിങ്ങയിലയുണ്ട്, അതെന്തായാലും നോക്കണം. പിന്നെ നമ്മുടെ ഒരു സുഹൃത്തെ ഷിജു എന്നാണ് പേര്. ഷിജു എല്ലാ വീഡിയോയ്ക്കും കമൻറ്റ് ചെയ്യട്ടോ. എന്നോട് 2-3-4 വീഡിയോയ്ക്ക് മുമ്പ് വരെ എന്നോട് പറഞ്ഞിരുന്നു. തനൈ എന്നാണ് മോൻ്റെ പേര്. തനൈ ഷിജുവിന് ഒരു ഹായ് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ തനൈ ഷിജുവിന് ഹായ് കേട്ടോ. എന്താ അറിയോ, നമുക്ക് ലെങ്ത്ത് കൂടുതലായതുകൊണ്ടാണ് ഷിജു ഞാനത് അങ്ങനെ പറയാത്തത്. എന്താ വെച്ചാൽ നമുക്കൊരു ഇതിൽ ഒതുക്കി കൊണ്ടുപോകണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ്. ഒരുപാട് പേരുണ്ട്. ഷിജു എന്നോട് 3-4 വീഡിയോ മുമ്പേ എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മോനൊരു ഹായ് തരാൻ തനയ്ക്ക്. അപ്പോൾ തനയ്ക്ക് ഇപ്പോൾ ഒരു ഹായ് കേട്ടോ. അങ്ങനെ കുറേ പേരത് പെൻഡിങ്ങിലുണ്ട്. അപ്പോൾ നമുക്കത് രാവിലെ സമയം കിട്ടുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഒന്ന് ഇങ്ങനെ കൂട്ടി നോക്കട്ടെ. അപ്പോൾ കൂട്ടി നോക്കിയിട്ട് ആ ലെങ്ത്തിൻ്റെ അനുസരിച്ച് ബാക്കി ഞാൻ രാവിലെ പറയാം കേട്ടോ. ഇല്ലെങ്കിൽ എന്തായാലും അടുത്ത വീഡിയോയിൽ പറയും. രാവിലെ സമയം കിട്ടുകയാണെങ്കിൽ രാവിലെ പറയും, ഇല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. ഓക്കെ, വേറെ ഒന്നും വിചാരിക്കല്ലേ. നമ്മുടെ ലെങ്ത്ത് അനുസരിച്ച് നമുക്ക് കൊണ്ടുപോകണ്ടേ, നല്ലല്ലേ കാണുള്ളൂ. ഒരുപാട് ലെങ്ത്ത് ആയാലും ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോവല്ലേ ഉള്ളൂ. അതൊക്കെയാണ് നമ്മുടെ വിശേഷം. പിന്നെ ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. പുള്ളി പുറത്താണ്. കിടന്നോ? ഇല്ലില്ല. പുള്ളി കിടന്നിട്ടില്ല. അപ്പോൾ ഞാനിനി എന്തായാലും പതുക്കെ സൈഡാക്കി കിടക്കട്ടെ. ഒന്നാമത് ഒരു ക്ഷീണമുണ്ട്, ബോഡിയൊക്കെ ഒന്ന് കുഴപ്പമില്ല, സെറ്റാവും. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ് കേട്ടോ. ബാക്കി രാവിലെ. ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പിന്നെ തണുപ്പ്, അത്യാവശ്യം തണുപ്പുണ്ട് അല്ലേ? സെറ്റല്ലേ? ഉറക്കം അങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലേ? നല്ല തണുപ്പും ഭയങ്കര തണുപ്പ്, ഒരു രക്ഷയില്ലാത്ത തണുപ്പ്. ഇവിടെ കുപ്പിച്ചില്ലൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് മൊത്തത്തിലൊന്ന് സെറ്റാക്കട്ടെ കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. നമ്മുടെ പോലീസുകാരൻ പറയണതേ ഇവിടെ പുള്ളി പറഞ്ഞ സ്വർഗ്ഗമാണെന്നാണ് പറയണത്. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പുള്ളിക്ക്. എന്താ വെച്ചാൽ അവരുടെ നാട്ടിൽ ഈ കടലാണല്ലോ ഉള്ളൂ, കൂടുതലും കടലാണല്ലോ. ഇതുപോലെ കാട് കുറവാണല്ലോ, കാടും മലകളും. അപ്പോൾ പുള്ളിക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു അത്ഭുതം. ഞാൻ ഭാഗ്യവാനാണെന്നാണ് പറയുന്നത്. എന്താ വെച്ചാൽ ഇതുപോലെ ഈ കാടും മലയും
ഒന്നും അവരുടെ നാട്ടിലില്ലാത്തതുകൊണ്ട് അവർക്കൊരു അതിശയം. എന്തായാലും പുള്ളി നല്ല എൻജോയ് ചെയ്തു കേട്ടോ. എനിക്ക് തോന്നുന്നത് പുള്ളി കിടന്ന് ഉറങ്ങിയപ്പോൾ ഒരു 3 മണിയെങ്കിലും ആയിട്ടുണ്ടാവും തോന്നണേ. എന്താ വെച്ചാൽ പുറത്തിങ്ങനെ ഇരിക്കുകയായിരുന്നു. കുറേ നേരം പുറത്തിരുന്നു, കുറേ നേരം ഈ സിബ് തുറന്നിട്ടിട്ട് അതിനകത്തിരുന്നു. എൻജോയ് ചെയ്യേണ്ടവർക്ക് എൻജോയ് ചെയ്യാം അല്ലേ, നമ്മളിങ്ങനെ അങ്ങ് എൻജോയ് ചെയ്യണ. പിന്നെ എന്തായാലും ഞാൻ കുറച്ച് കാപ്പി ഉണ്ടാക്കട്ടെ. പുള്ളി അങ്ങോട്ട് പോയതാ, താഴെ കുളമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയതാ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്തായി? ഞാൻ അങ്ങോട്ട് ആ സൈഡിലൊന്ന് പോയി. നല്ല സീനറി. ശരി, വണ്ടർഫുൾ. എന്താ രസം അറിയാം, ഞാൻ ടോപ്പ് കയറിയിട്ട് അല്ലേ താഴത്തെ ആ കുളമൊക്കെ എടുത്താ? ഓ ആ എല്ലാം എടുത്തു. ആ വെള്ളം നിൽക്കുന്നു. വെള്ളം എല്ലാം എടുത്തു. ഞാൻ കാപ്പി ചായ ഇടാന്ന് വിചാരിച്ചു. പക്ഷെ നോക്കുമ്പോൾ ഗ്യാസ് കുറവായതുകൊണ്ട്. ഉണ്ട് കപ്പ്. എങ്ങനെ ഉണ്ട് കപ്പ്? സെറ്റാ. എനിക്കൊന്ന് ഒരു 10-50 വർഷം പഴക്കണ്ടാവും. അതെ, പിന്നെ ശരി. ഇത് ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പേ ഇത് എൻ്റെ വീട്ടിലെ ഷോക്കേസിലുണ്ട് കപ്പ്. ഒരു കപ്പല്ല, ഒരു 3-4 കപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതെന്തിനാ ഇങ്ങനെ ഷോക്കേസിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ, ഉപയോഗിക്കാൻ വേണ്ട കപ്പല്ലേ ഇതല്ലേ. അതെ, പുള്ളി ഓരോരോ ഷോട്ട് എടുക്കാൻ വേണ്ടി പോയതാണ് അങ്ങോട്ട്. നമ്മൾ ആ ഫാൻ റോക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് നല്ലോണം കാണാമല്ലോ. ഞാൻ ഇന്നലെയാണ് കണ്ടത്. നമ്മുടെ ഒരു സുഹൃത്ത് പ്രിയദർശൻ എന്നാണ് പേര്. പുള്ളി ഒരുപാട് വീഡിയോയിൽ കമൻറ്റ് ചെയ്യാൻ പറയാറുണ്ട്. പക്ഷേ ഞാൻ പറയലില്ല എന്താണെന്നുള്ളത് അറിയാലോ. എല്ലാം കൂടെ നമുക്ക് ചിലപ്പോൾ വായിച്ച് വരുമ്പോൾ അങ്ങ് സമയം പോവും, അപ്പോൾ അങ്ങ് നിർത്തും. അപ്പോൾ പ്രിയദർശൻ പറയുന്നുണ്ട് ഇക്കാനോട് കുറേ ആയി ഹായ് പറയാൻ പറയണു. പിന്നെ ഹായ് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, എല്ലാ വീഡിയോസും കാണും, ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പ്രിയദർശന് മനഃപൂർവ്വം ഹായ് പറയാത്തതല്ല, എന്താ വെച്ചാൽ നമ്മുടെ സമയപരിമിതി അറിയാലോ, അതുകൊണ്ടാണ്. അപ്പോൾ പ്രിയദർശന് ഹായ് കേട്ടോ. ഇതൊക്കെ ഒരു രസമല്ലേ അല്ലേ. പിന്നെ നമ്മുടെ സുഹൃത്ത് അഖിൽ എന്ന് പറഞ്ഞ സുഹൃത്ത് പിന്നെ വീഡിയോസ് എല്ലാം കാണാറുണ്ട്. പിന്നെ അഖിൽ അഖിലിൻ്റെ പേരും പറഞ്ഞില്ല എന്നുള്ളൊരു പരാതി പറയുന്നുണ്ട്. പക്ഷേ അഖിലിൻ്റെ പേര് നമ്മൾ മനഃപൂർവ്വം വിടുന്നതല്ല, നമ്മളെ ഇപ്പോൾ പറഞ്ഞതുപോലെ ഓരോരോ സിറ്റുവേഷൻ അനുസരിച്ച് അങ്ങ് ചെയ്യുന്നതാണ്. അപ്പോൾ അഖിലും എല്ലാ വീഡിയോസും കാണാറുള്ളതാണ്. എന്നാലും കുഴപ്പമില്ല, ഹായ് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ വീഡിയോ കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അഖിലെ മനഃപൂർവ്വം ഒഴിവാക്കിയതല്ല, പിന്നെ നമ്മൾ സമയം അറിയാലോ, അതുകൊണ്ടൊക്കെയാണ്. എന്തായാലും നമുക്ക് ഹായ് പറയാൻ മാത്രം ഒരു വീഡിയോ നമ്മളെ പോലീസുകാരൻ പോണതിന് മുമ്പ് ചെയ്യണം. പോണ്ടേ? എവിടെ നിന്നാ മതിയാ? പോവാൻ തോന്നുന്നില്ല. പുള്ളിക്ക് പോകാൻ തോന്നുന്നില്ല. എന്താ ചെയ്യാ? വൈബൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഇവിടുന്ന് അങ്ങ് പോവാൻ വേണ്ടി തോന്നുന്നില്ല. സംഭവം ഡേഞ്ചർ ആണ് കേട്ടാ. താഴോട്ടൊക്കെ ഡേഞ്ചറാ, ആനിമൽസ് ഉണ്ട്. ഞാൻ അവിടെ ഒരാളെ കണ്ടു. ഇവിടെ ഇതിന്റെ താഴെ അങ്ങനെ സൈഡ് പോയിട്ട് വരാറില്ല. അപ്പൊ ആ സ്റ്റീപ്പിന്റെ താഴെ അതിന്റെ അടുത്തുള്ള വീട്ടിലുള്ള ആളെന്ന് തോന്നുന്നു. പുള്ളി പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കഴിഞ്ഞ പ്രാവശ്യം എവിടെയോ കടുവനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ കടുവ ഇവിടെ പോലും വന്നിരുന്നത്. ഇതിലെ പാസ് ചെയ്ത് നിന്നല്ലേ ഉണ്ടാവും. കടുവയൊക്കെ ഉള്ള സ്ഥലമാണ് നമ്മുടെ വയനാട്. കടുവ, പുലി എല്ലാം ഉള്ള സ്ഥലമാണ്. പിന്നെ ഷൂട്ടിങ് ഓണാണ്. പിന്നെ അപ്പൊ നമുക്ക് ഇവിടെ പോണം. അപ്പൊ എപ്പോഴാ പോണ്ടത്? പോവാ. ഇനിയിപ്പോ സാധനങ്ങളൊക്കെ ഒതുക്കി അങ്ങ് പോയത്. പാക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ടെന്റ് മടക്കം. അപ്പൊ എന്തായാലും നമ്മുടെ കൂടെ നമ്മുടെ പോലീസുകാരൻ കുറച്ച് ദിവസം ഉണ്ടാവും. പിന്നെ ഞങ്ങള് 2 ദിവസം ഉണ്ടാവില്ലേ? അപ്പോൾ പുള്ളി 2 ദിവസം ഉണ്ടാവും. അപ്പോൾ ഇന്നിപ്പോ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഡേ ക്യാമ്പ് പോലെ ചെയ്യാം അല്ലേ? ചെയ്യാം. ഒരു കാട്ടിലോ എവിടെയും. പുള്ളിക്ക് കാടിനോടാണ് താല്പര്യം എന്ന് പറയണത്. കാട്, വൈൽഡ് അനിമൽസ് ഇതൊക്കെയാണ് എൻ്റെ. പിന്നെ പുള്ളിക്ക് ചെറിയൊരു ചാനലൊക്കെ ഉണ്ട്. എന്തായിരുന്നു പേര്? ഹ്യൂമൻ ഏലിയൻ മാഡ്നസ്. ഹ്യൂമൻ ഏലിയൻ മാഡ്നസ്. അപ്പൊ എന്താ അങ്ങനെ പേരിട്ട്? അതങ്ങനെ പേരിട്ടാ. ഞാനൊരു ഏലിയൻ ആണെന്നുള്ള, ഞാനിപ്പം വിചാരിക്കുന്നു ഞാനൊരു ഏലിയനാണ്. ഞങ്ങൾ ഇവിടെ ഉള്ള ആളല്ല, പുറമേ ഇവിടെ വന്ന ആളാണ് അല്ലേ? അങ്ങനെ ഭൂമിയിലുള്ള ആളല്ലോ. ഓ അങ്ങനെ. ഓ അതുകൊണ്ട് അങ്ങനെ. അതുകൊണ്ട് അപ്പൊ എനിക്ക് ഏലിയൻസ്, വൈൽഡ് അനിമൽസ് ഇതിനോടെല്ലാം വലിയ താല്പര്യമാണ്. അപ്പൊ ആ ഒരു രീതിയിൽ കിട്ടുന്നത്. ശരി.
കുഴപ്പമില്ല, നല്ല പേരാ. അപ്പൊ എനിക്ക് പറയാൻ കിട്ടൂല. നമുക്ക് എന്തായാലും ചാനലിന്റെ ഇത് ലിങ്ക് നമുക്ക് ഇതിനകത്ത് കൊടുക്കാം. എന്നിട്ട് പുള്ളിനെ സപ്പോർട്ട് ചെയ്യും. പുള്ളി ചാനലൊക്കെ ഇപ്പോഴാണ് തുടങ്ങിയെന്ന് പറഞ്ഞത്. ഇന്നലെ രാത്രി ഞങ്ങൾ സംസാരിച്ചപ്പോ ഈ ക്യാമ്പിങ്ങും മറ്റുള്ള കാര്യങ്ങളും സോളോ ട്രാവലിങ്ങും അതൊക്കെ തുടങ്ങിയിട്ട് കൊല്ലങ്ങളായി. പക്ഷേ ഈ ഇതൊന്ന് ഷൂട്ട് ചെയ്തിട്ട് ഒരു ഡോക്യുമെന്ററി പോലെ ആക്കി എടുക്കണം എന്നുള്ളത് എന്റെ ഒരു മനസ്സിലുണ്ടായിരുന്നു. പിന്നെ നിങ്ങളെ ഈ വ്ളോഗ് കണ്ടപ്പോഴാണ് അങ്ങനെ മോട്ടിവേറ്റ് ആയത്. ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയിട്ട് ഇതൊക്കെ ഒരു ഡോക്യുമെന്റ് ചെയ്തിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യാന്നുള്ളത്. അപ്പൊ പുള്ളി ആദ്യം മുതലേ ഇങ്ങനെ ക്യാമ്പിംഗ് ഒക്കെ ചെയ്യുന്ന ആളാണ്. പക്ഷെ അങ്ങനെ വീഡിയോ ആയിട്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്യലില്ലായിരുന്നു. പിന്നെ നമ്മളെ വീഡിയോസ് ഒക്കെ കണ്ടപ്പോൾ ഇഷ്ടം തോന്നി അങ്ങനെ പുള്ളി സെറ്റ് ആക്കിയതാണ്. അപ്പൊ എല്ലാരും പുള്ളിയാട്ടാ എന്റെ ഫുൾ മോട്ടിവേഷൻ മൂപ്പറാണ്. അതല്ലേ, അത് പോരെ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്റെ ലിങ്ക്, ചാനലിന്റെ ലിങ്ക് പുള്ളി ഇടും. അപ്പൊ അതെല്ലാരും ഒന്ന് കയറി നോക്കുക, ചെക്ക് ചെയ്തിട്ട് അഥവാ ഇഷ്ടപ്പെട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്താണെങ്കിൽ നിങ്ങൾ ഇഷ്ടമാണ്. എനിക്കിപ്പോ നിങ്ങളെ നിർബന്ധിച്ചിട്ട് ചെയ്യിപ്പിക്കാൻ പറ്റില്ലല്ലോ അല്ലേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്കും കമന്റും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്ത് ഒന്ന് സെറ്റ് ആക്കുക അല്ലേ. പിന്നെ 2 ദിവസം എന്തായാലും പുള്ളി ഇവിടെ ഉണ്ടാവും. പിന്നെ പുള്ളിയുടെ കൂടെ തന്നെ ഉണ്ടാവും. ഞാൻ ഇവിടുന്ന് പോകുന്നില്ല എന്ന് തന്നെ തീരുമാനിച്ചു. അതെ, ഞാൻ വിചാരിക്കാം അവിടെ ഉള്ള ആ കേവില്ലേ അതിൻ്റെ അകത്ത് തന്നെ കൂടിയാലോ. വെള്ളം നമുക്ക് വെള്ളമൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ വെള്ളത്തിന് പാടാ. നമ്മൾ വെള്ളത്തിന് അങ്ങ് പോണ്ടേ. അല്ലാത്തൊരു സ്ഥലമാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് കൂടായിരുന്നു. അപ്പൊ ഇപ്പൊ തൽക്കാലം നമുക്കൊരു കാര്യം ചെയ്യാം, വേറെ എവിടെയെങ്കിലും പോയി കൂടാ അല്ലേ. തൽക്കാലം അല്ല, ഇവിടുന്ന് പോയിട്ട് എന്തായാലും ഇവിടുന്ന് പോകണല്ലോ. ഇനിയിപ്പോ വെയിലാകുമ്പോഴത്തേക്ക് ഭയങ്കര ചൂടാവും. വെയിലാവണേ കുറച്ച് സമയം എടുക്കും. എന്താ വെച്ചാൽ കോടമഞ്ഞ് സമയം എത്ര ആയിട്ടില്ലല്ലോ, 7 മണി. പിന്നെ അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും അടിച്ചുപൊളിയായിട്ട് കാണാം. അതെ, നമ്മളിപ്പോ ഞാൻ പുള്ളിനെ കൊണ്ട് ഞാൻ വേറെ എവിടെയും പോകുന്നു. ഞാൻ ഇപ്പൊ വീട്ടിലൊന്നും പോകണില്ല. പുള്ളിയെ കൊണ്ട് വേറെ എവിടെയും പോയി എന്തായാലും നമ്മളെ കൂടെ നിൽക്കുക. ഞാനിപ്പോ ഒരു ഗസ്റ്റ് ആണല്ലോ. അതെ അതെ, പുള്ളിനെ ഞാൻ എന്റെ നാട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അതെ അതെ. ഇപ്പൊ കുറച്ച് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് അവിടെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാം. പുള്ളിയുടെ നാട്ടിൽ നല്ല സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. അതായത് പുള്ളിക്ക് പുള്ളിയുടെ നാടുമായിട്ട് അങ്ങനെ ഇഷ്ടം ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളുണ്ടാവും. അതായത് ബീച്ചിന്റെ സൈഡിൽ മറ്റേ എന്തിരിക്കാട്, കണ്ടൽക്കാട്, അതെനിക്കൊരു കണ്ടൽക്കാടിന്റെ ഇടയിലൊക്കെ നല്ലൊരു റെയിൽവേ പാളത്തിന്റെ അടുത്തായിട്ടുള്ള സ്ഥലങ്ങള് ഒക്കെ നല്ല രസമാണ്. അതെ അതെ. അപ്പൊ അവിടെയൊക്കെ നമുക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് വീണ്ടും നമുക്കൊരാളെയും കൂടി ഈ കണ്ണൂർ ഭാഗത്തുനിന്ന് കിട്ടിയിരിക്കുകയാണ്. മാഹിയിലാണ് കേട്ടോ എന്റെ സ്ഥലം. മാഹിയിലാണ് കേട്ടോ ആള്. പിന്നെ ആരെങ്കിലും മാഹിയിൽ പോകണ്ടെങ്കിൽ സാധനമൊക്കെ കിട്ടും. സാധനം കിട്ടൂല മാഹില്, സാധനം കിട്ടും. ഞാൻ അറേഞ്ച് ചെയ്ത് തരില്ല. അങ്ങനെ ലഹരി പരിപാടികളൊന്നും ഇല്ല കേട്ടോ. അല്ല, മാഹിലെ സാധനം ഇഷ്ടംപോലെ വില കുറവല്ലേ. ഒരുപാട് ആള് വരുന്നുണ്ടല്ലോ. മാഹിലുള്ള ആളല്ലേ ഇതൊക്കെ യൂസ് ചെയ്യുന്നത്, പുറത്തുനിന്ന് വന്നിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അപ്പൊ നമുക്കതെല്ലാം എടുത്ത് സെറ്റ് ആക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും. പറഞ്ഞേരെ, വീണ്ടും കാണണം. അതുവരേക്കും ഗുഡ് ബൈ. ഓക്കെ. ഞാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് പോക്കറ്റിൽ വെച്ചതാ. പാന്റിന്റെ പോക്കറ്റിൽ വീണു പോകാനുള്ള ചാൻസ് ഉണ്ട്.